ഹലോ ടോമീസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പുതിയ ടാറ്റ സിയറ EVയുടെ എംപവേർഡ് എ 75 കിലോവാട്ട് അവർ വേരിയന്റ് ആണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ടാറ്റ സിയറ EVയുടെ എംപവേർഡ് എ 75 കിലോവാട്ട് അവറിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 29 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. കൂടുതൽ ഡീറ്റെയിൽസും ഓഫേഴ്സൊക്കെ ആയിട്ട് ഗൂഗിളിൻ്റെ ഡാറ്റ നമ്പർ കൊടുക്കാം, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ടാറ്റ സിയറ EVയുടെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള LED DRL വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് സ്വൈപ്പിംഗ് ഫംഗ്ഷനുള്ള ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. താഴേക്ക് വന്നാൽ LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് LED ഫോഗ് ലാമ്പും വരുന്നുണ്ട്. 6 ഫ്രണ്ട് പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ADAS വരുന്നുണ്ട്. അതിൻ്റെ റഡാർ കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറ കാണാം. കൂടാതെ ട്രാൻസ്പെറൻറ്റ് ബോണ്ടം എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഫ്രണ്ടിലെ ക്യാമറ ഉപയോഗിച്ചിട്ട് ബോണറ്റിന് അടിയിലുള്ള ഒരു ഭാഗം കൂടി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ADASന്റെ ക്യാമറ വിൻഷീൽഡിൽ കാണാം. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാൽ 19 ഇഞ്ചിന്റെ അലോയ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ORMൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ക്യാമറ കാണാം. ഡോറിലായിട്ട് ടാറ്റ.TVയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഫ്ലഷ് ഫിറ്റിൻ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. പിക്കോ സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ലൈറ്റ് ആണ്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പാനോറാമിക് സൺറൂഫും വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റയും കൊടുത്തിട്ടുണ്ട്. NFC ഉപയോഗിച്ച് നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഈ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡിസ്പ്ലേക്കാണ് വരുന്നത്. ഇവിടെ ആയിട്ട് വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ടൈൽ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള ടൈൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിഡൻ റെയർ വൈപ്പറാണ് വരുന്നത്. ഡിഫോർ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും 6 സെൻസർ കൊടുത്തിട്ടുണ്ട്. റൂട്ടിലേക്ക് വന്നാൽ ഒരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് വൂഫർ കാണാം. സ്പെയർ വീൽ വരുന്നില്ല. പകരം പഞ്ചർ റിപ്പയർ കിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ടിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പവർ ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. ഇത് ജസ്റ്റർ കൺട്രോൾ ഉള്ളതാണ്. ക്ലോസ് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് ഡോർ പാർട്ടിലേക്ക് വന്നാൽ ഇവിടെ ആയിട്ട് ഒരു സോഫ്റ്റ് ലെതർ ഫിനിഷാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ ഫോൾഡ് ചെയ്യാനുള്ള ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അംബ്രല്ല ഹോൾഡറും വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ 3 മെമ്മറി ഫംഗ്ഷൻ ഉള്ളതാണ്. ഫ്രണ്ട് സീറ്റ്സിന് വെന്റിലേഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിന് വെൽക്കം ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡ്രൈവർ സീറ്റ് ബാക്കിലേക്ക് പോകുന്നതാണ്. ഡോർ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ പഴയ പൊസിഷനിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റ്സിൻ്റെ തൈ സപ്പോർട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് 2 സീറ്റിനും അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുട്ടുവല്ലായിട്ട് ഒരു പ്രോപ്പർ ഡെഡ് പെഡലും കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അത് കാണാം. അതിന് താഴെയായിട്ട് ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ ടെറൈൻ മോഡ് ചേഞ്ച് ചെയ്യുന്ന ബട്ടൺ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യുന്ന ബട്ടൺ വരുന്നുണ്ട്. ഓട്ടോ പാർക്ക് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റ് ഡിസ്പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കീ വരുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള കീ ആണ്. ഇതുപയോഗിച്ച് നമുക്ക് റിമോട്ട് പാർക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഫ്ലാറ്റ് ബോട്ടമാണ്. അതുപോലെ 4 സ്പോക്കാണ് വരുന്നത്. ലെതർ റാപ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇന്നർ പോർഷനിൽ ഒരു വൈറ്റ് കളറും ഔട്ടർ പോർഷനിൽ ഒരു ഗ്രേ കളറാണ് വരുന്നത്. സ്റ്റിയർ നമുക്ക് ടിൽറ്റും അതുപോലെ ടെലിസ്കോപ്പിക് അത് ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് മൾട്ടിമീഡിയയുടെ ഫോണിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളും അതുപോലെ എഡാസിൻ്റെ കൺട്രോൾസും വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ റീജിയൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും വരുന്നുണ്ട്. ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പാസഞ്ചർ സൈഡിലും ഒരു സ്ക്രീൻ വരുന്നുണ്ട്. താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 2 ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് 65 വാട്ടിൻ്റെ പോർട്ടാണ്. അതിന് താഴെയായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഡ്രൈവ് സെലക്ടർ വരുന്നത്. ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഇത് സ്ലൈഡ് ചെയ്യാം. അതുപോലെ ഓപ്പൺ ചെയ്താൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു വയർലെസ് ഫോൺ ചാർജർ വരുന്നുണ്ട്. ഓട്ടോ ഡിമ്മിങ് IRVM ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാനറാമിക് സൺറൂഫിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. വൈസറിലായിട്ട് ഒരു കവറും അതുപോലെ ഒരു ലൈറ്റും മിററും കൊടുത്തിട്ടുണ്ട്. ഈ വൈസർ നമുക്ക് താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഡ്രൈവർ സൈഡിലും മിററും കവറും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിലേക്ക് വന്നാൽ മുകളിലായിട്ടൊരു ബ്ലാക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സോഫ്റ്റ് ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ഫാബ്രിക് ഫിനിഷും വരുന്നുണ്ട്. ഗ്ലോ ബോക്സിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ ഡോർ പാഡിലേക്ക് വന്നാൽ ഇവിടെയും ഒരു സോഫ്റ്റ് ഫിനിഷാണ് വരുന്നത്. താഴെയായിട്ട് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ വിൻഡോയിൽ നമുക്കൊരു സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റിലേക്ക് വന്നാൽ 3 അഡ്ജസ്റ്റബിൾ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സും 3 വെസ്റ്റേഴ്സിനും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2 സ്റ്റെപ്പ് റിക്ലൈനിങ് ഉള്ളതാണ്. ബാക്കിലേക്ക് റാംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് 2 ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. അതിലൊന്ന് 65 വാട്ടിൻ്റെ പോർട്ടാണ്. അതിന് താഴെയായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഫ്ലോർ വരുന്ന ഫ്ലാറ്റ് ആയിട്ടാണ്. ഫ്രണ്ട് സീറ്റ്സിൻ്റെ ബാക്കിലായിട്ട് മാഗസിൻ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് ബെൽറ്റ്സ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. See you soon and drive safe.